CRM in hotel industry. Customer satisfaction plays an extremely important role in any business. It is the customer feedback about product or service determining success in translate into profit of the company. അതായത് കസ്റ്റമർ ഫീഡ്ബാക്കാണ് നമുക്ക് മെയിനായിട്ട് സക്സസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് സോഫ്റ്റ്വെയർ, മാനേജ്മെൻറ്റിൻ്റെ സോഫ്റ്റ്വെയർ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എത്രമാത്രം എഫക്റ്റീവ് ആവുമെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ സക്സസ്ഫുൾ ബിസിനസ് ഇൻ ദ വേൾഡ് ടുഡേ ത്രൈവ് ദ കസ്റ്റമർ റിലേഷൻ റദർ ദാൻ ക്വാളിറ്റി ഓഫ് ദെയർ പ്രൊഡക്റ്റ് അല്ല. അതായത് പ്രൊഡക്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല, കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ചാണ് അതിൻ്റെ സക്സസ് ഇരിക്കുന്നത്. കസ്റ്റമർ സർവീസ് ഇൻ ഹോട്ടൽ ഇൻഡസ്ട്രി. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ കസ്റ്റമർ സർവീസ്, പ്രൈസിങ്, ക്വാളിറ്റി, ഡെലിവറി, ദാറ്റ് മാറ്റർ. ഡെലിവറി, പ്രൈസ്, ക്വാളിറ്റി അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. A friendly approach, the prompt problem solving and flexibility options in big difference. അതായത് പെട്ടെന്ന് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് കസ്റ്റമർ സർവീസ് ദാറ്റ് ഗീവ്സ് കമ്പനി ആൻ എഡ്ജ് ഓവർ ദിസ്, ഇൻക്രീസ് ദ കസ്റ്റമർ പെർസീവ്ഡ് വാല്യൂ ടുവാർഡ്സ് ദ സർവീസ്. അതായത് എപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്യാൻ, പ്രോംപ്റ്റായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും കസ്റ്റമർ സർവീസിൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ടലിൽ എങ്ങനെയാണ് അഡ്വാൻറ്റേജ്? കസ്റ്റമർ റിലേഷൻ സോഫ്റ്റ്വെയർ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. വൺ സ്റ്റോപ്പ് ഡാറ്റാബേസ്. CRM software contains all relevant data pertaining to a customer, constantly updated and accommodate any changes. ചേഞ്ചസോടുകൂടി അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒറ്റ ഡാറ്റാബേസിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. എൻഹാൻസ് സെയിൽസ് പ്രൊഡക്ടിവിറ്റി. Repetitive sales tasks like sending bulk email, generating reports automated thanks to CRM, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സെയിൽസ് ടീം ഹോട്ടൽ ഇൻഡസ്ട്രി ഹാവ് റെഡി ടു ആക്സസ് ദെയർ കസ്റ്റമേഴ്സ് പ്രിഫറൻസ്. ഹെൽപ്സ് ദം ക്രിയേറ്റ് മോർ ലുക്രേറ്റീവ് ഓഫേഴ്സ് ടു ദെയർ ക്ലയൻസ്. അതായത് അവർ വരുന്ന കസ്റ്റമേഴ്സിനനുസരിച്ച് അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സർവീസാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ഡാറ്റാബേസ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ റിട്ടൻഷൻ. വൈൽ കോമ്പറ്റീഷൻ ആൻഡ് പ്രൊഡക്റ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ അബൌട്ട് 90 to 40% കസ്റ്റമർ ലോസ് റെസ്പെക്റ്റീവ്ലി. അതായത് പ്രൊഡക്റ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ, കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും കസ്റ്റമർ ലോസ് ഉണ്ടാകുന്നത്. 69% ഓഫ് കസ്റ്റമേഴ്സ് മൂവ് അവേ ഫ്രം ദ കമ്പനി ടു അനദർ ഡ്യൂ ടു ലാക്ക് ഓഫ് പേഴ്സണൽ ബോണ്ട് വിത്ത് ദ കമ്പനി. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബോണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല. Then Rob Younger and McKinsey company puts winning back a lost customer can cost up to 50 to 100 times much keeping a current one satisfied. ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ 50-100 ഇരട്ടി ബുദ്ധിമുട്ടാണ് പോയി ഒരാളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം കസ്റ്റമർ റിട്ടൻഷനാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബോണ്ട് നിലനിർത്തുക, അതിന് CRM സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിന്നിങ് സോഫ്റ്റ്വെയർ. CRM സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് കസ്റ്റമറെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്നു. അവരുടെ എല്ലാ വിവരങ്ങളും, അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. വിന്നിങ് സ്ട്രാറ്റജീസ്. കസ്റ്റമർ CRM എംപ്ലോയീസ് സ്ട്രാറ്റജീസ് ലൈക്ക് ക്രോസ് സെല്ലിംഗ് ദാറ്റ് ഇൻവോൾവ്സ് ഓഫറിംഗ് കസ്റ്റമർ സർവീസ് ദാറ്റ് ഓഗ്മെൻറ്റഡ് their original purchase and develop their interest of their company. ക്രോസ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ സർവീസസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. ആ എക്സ്ട്രാ സർവീസസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഓഫറിംഗ് അപ്ഗ്രേഡ് ഓർ എക്സ്ട്രാ സർവീസ്, ഫോർ എക്സാമ്പിൾ സൈറ്റ് സീയിങ് പാക്കേജസ്, കാറ്റഗറി ഓഫ് അപ്പ് സെല്ലിംഗ്. അതായത് നമ്മൾ എടുക്കുന്നതിനെ കുറച്ചുകൂടി നല്ല റൂമുകൾ കൊടുക്കുക, സൈറ്റ് സീയിങ് ആയിട്ടുള്ള റൂംസ് അലോട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. ദെൻ CRM സ്ട്രാറ്റജീസ് ഓൾസോ ഇൻക്ലൂഡ് ബെനിഫിറ്റ്സ് ടു ഡേ ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് ഡിസ്കൗണ്ട് റേറ്റ് ലോയൽ കസ്റ്റമേഴ്സ്. നമുക്ക് പാക്കേജുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. റിപ്പീറ്റ് പർച്ചേസ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ, അവിടെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഓഫറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. പിന്നെ കസ്റ്റമൈസേഴ്സ്. CRM സോഫ്റ്റ്വെയർ അല്ലാസ് ഹോട്ടൽ ഇൻഡസ്ട്രി ടു കസ്റ്റമൈസ് പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ദ ടാർഗറ്റ് ഓഡിയൻസ്. കസ്റ്റമൈസേഷൻ അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, അവർക്ക് ഇഷ്ടപ്പെട്ട റൂമുകൾ അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ കസ്റ്റമറുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അവരുടെ ഇപ്പോഴത്തെ ഇത് അപ്സെല്ലിംഗ് ആണ്, അതായത് കുറച്ചും കൂടി നല്ലതാണ് നമ്മൾ വീണ്ടും കൊടുക്കുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻക്രീസ് റെഫറൽസ്. വിത്ത് ദ ഫോക്കസ് ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ CRM ക്രിയേറ്റ്സ് എ ഗുഡ് റെഫറൽ ബിക്കോസ് കണ്ടന്റ് കസ്റ്റമേഴ്സ് ഫേവറബിൾ റിവ്യൂസ് ടേൺ സോളിഫൈസ് ദ കമ്പനീസ് റെപ്യൂട്ടേഷൻ. അതായത് ഫേവറബിൾ റിവ്യൂ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അത് നമ്മുടെ കമ്പനിക്ക് കുറച്ചും കൂടി റെപ്യൂട്ടേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബെറ്റർ കസ്റ്റമർ സപ്പോർട്ട്. ദെൻ CRM ബിൽഡ്സ് എ ഇഫക്റ്റീവ് കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം. ദെൻ ഫാസ്റ്റ് പ്രൊവൈഡ്സ് അസിസ്റ്റൻറ്റ്
ടു ഫോൺ, ചാറ്റ്, ഇമെയിൽ ആൻഡ് പേഴ്സൺ. വ്യക്തിപരമായിട്ടായാലും ചാറ്റായാലും ഇമെയിലായാലും പെട്ടെന്ന് തന്നെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നു. അതുകൊണ്ട് നല്ല കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ.